ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിരാവിലെയാണ് 5:45 കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മോനും നല്ല ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഉറക്ക കുറവാണല്ലോ. പിന്നെ മോൾക്ക് മദ്രസ ഉണ്ട്, 6:30 മദ്രസ്, 5:45 നമ്മൾ എണീക്കേണ്ട സമയമാകുമ്പോൾ മോന് കിടന്നുറങ്ങും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ. അപ്പോൾ എല്ലാ വീട്ടിലും, ബേബീസുള്ള വീട്ടിലും ഇങ്ങനെ തന്നെയൊക്കെയാണ് അവസ്ഥ. നമുക്കറിയാം. കുക്ക് പർദ്ദയെല്ലാം ഇട്ട് മൊഞ്ചത്തായിട്ടാണ് ചായ കുടിക്കുന്നത്. ചായ റസ്ക്കും കുടിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ കുടിക്കലില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്തോ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ മദ്രസ് പോകാനുള്ള ഒരുക്കത്തിലാണ്. 6:30 മദ്രസ്. അപ്പം ഇന്ന് പഠിക്കാനുണ്ട്. ഇന്ന് എക്സാം ഉണ്ട് മദ്രസിൽ, ക്ലാസ് ടെസ്റ്റ് അങ്ങാനുണ്ട്. അപ്പം കുറച്ച് നേരത്തെ വിളിച്ചിരുന്നു. അപ്പോൾ അതും എന്താ പറയുക, കുറച്ച് നേരം പഠിക്കാനിരുന്ന് പിന്നെ ചായ കുടിച്ച്. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് കുറച്ച് നേരം കൂടി ഇരുന്ന് പഠിച്ചോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്താ പറയുക, കുറച്ച് നേരത്തെ എണീച്ചിരുന്നു കേട്ടോ മോള്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എണീക്കേണ്ട സമയമാകുമ്പോൾ മോന് കിടന്നുറങ്ങി. അപ്പോൾ അവനക്ക് വലയൊക്കെ ഇട്ട് കൊടുത്ത്, വല ഇട്ടിട്ടില്ലേ കൊതുക് എടുത്തുകൊണ്ട് പോകും. അത്രയും കൊതുകുണ്ട് കേട്ടോ. എന്താ ഫുള്ള് ഇലകളും എന്താ പറയുക കാടൊക്കെ ആയിട്ടാന്ന് തോന്നുന്നുണ്ട്. നല്ല കൊതുക് വന്നിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒതുക്കിപ്പെറുക്കലൊക്കെ ഞാൻ തന്നെ ചെയ്യാം. അതൊക്കെ ചെയ്ത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കയറിട്ടോ. പിന്നെ ഞാൻ അതൊക്കെ ശരിയാക്കുമ്പോൾ ഉമ്മച്ചി എന്താക്കി, കുളിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വെച്ചിരുന്നു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഓട്ടട തിന്നാണ്. ഓട്ടടയും മുട്ട എന്താ പറയുക ഓംലേറ്റ് അടിച്ചിട്ട് കുരുമുളകൊക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പം ഈ പുഴുങ്ങിയ മുട്ടേനോട് എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പം എന്താ പറയുക, കുരുമുളകും നല്ലതല്ലേ. അപ്പോൾ കുരുമുളകൊക്കെ ഇട്ടിട്ട് മുട്ട ഒന്ന് ചിക്കി അതൊക്കെ കൂട്ടി ചായ കുടിക്കാൻ. രാവിലെ പാൽ കുടിച്ചിരുന്നു കേട്ടോ. എണീറ്റപാട് പാലും റസ്ക് മുക്കി കഴിച്ചിരുന്നു. ഇന്ന് നേന്ത്രപ്പഴം ഇല്ലായിരുന്നു, അപ്പം പഴം പുഴുങ്ങിയിട്ടില്ല. അങ്ങനെ ഇപ്പം കട്ടൻ ചായയാണ് കുടിക്കുന്നത്. ഇനി അടിച്ചു വാരി തുടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ കുക്കൂസിനോട് അടിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഷാളൊക്കെ ഒന്ന് റെഡിയാക്കി, വീഡിയോ അല്ലേ അപ്പോൾ ഒന്ന് അടിപൊളിയായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ എന്താ പറയുക ആ പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മക്കൾസ് ഉള്ളതുകൊണ്ട് കുറേ നമുക്ക് സമാധാനം കേട്ടോ പണിക്കൊക്കെ. ഞങ്ങൾ മുണ്ടൊക്കെ കൊടുത്തിരിക്കുകയാണ്. കുപ്പായം തണുക്കണമെന്നില്ല. കുഞ്ഞിക്കാക്ക ഇങ്ങനെ എടുത്തിരിക്കേണ്ട മോനെ. എടുത്തിരുന്നാൽ കൈച്ചൂട് തട്ടിയാൽ വാവ പിന്നെ കിടക്കത്തില്ല. സ്കൂളിൽ പോകുമ്പോൾ എന്തായിട്ടുമ്മ അപ്പം ആരാ പണിയെടുക്കുക? ഒക്കെ കേൾക്കണ ആൾക്കാർ. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പുല്ല് വെട്ടാൻ. പറഞ്ഞോ? എന്ത് ആണോ? ഫസ്റ്റ് കുക്കുനാടാർന്നെ, എന്നിട്ട് മോനൊന്നും വെട്ടാൻ പറഞ്ഞില്ലമ്മ. അങ്ങനെ പറഞ്ഞോ? മോനെ വെട്ടാൻ പറഞ്ഞോ? മോനെ അടുത്ത മോനായിട്ട് മോനും കൂടെ വെട്ടൂല്ലേ? അതിനെന്താ കാട്ടണ? അപ്പ രണ്ട് തോന്നുന്നുണ്ട്. എന്തുവാ പരിപാടി? അപ്പോ മീനും കൊണ്ടാ? മീൻ പൊരി നേരത്തെ പൊരിഞ്ഞത് കുറേ. അത് നല്ല പൊരിഞ്ഞാലാ തിന്നാൻ കഴിയും. ഒരു പദം പോലെ നല്ല പൊരിയാണ്. ഇത് പൊരിക്കുന്നതിലിടാണല്ലോ ചേ കറിവേപ്പില. ഇപ്പല്ല കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അപ്പുറത്തും കൂടെ മാറി കൊടുക്ക്. ഈ മീനാണ് ഉച്ചക്ക് പൊരിച്ച മീൻ. ഈ മീൻ ബാക്കിയാട്ടോ.
അടിപൊളി. അടിച്ച് പൊളിച്ചില്ലേ. ഈ എന്താക്കുക ഉറുമ്പിനെ പിടിക്കുക. ഉക്കാന്. എന്തിന് ഉക്കാന്. വിൽക്കാനാ? പപ്പാരെ തലക്ക് തീരെ സുഖല്ലേ ഓള നോക്കട്ടെ കാണിക്ക്. ആക്റ്റീവ് ഉള്ളതില് ആക്റ്റീവ് ഇല്ലാത്തതില് അത് ഒരടി കൊടുക്കും ഉറുമ്പിന്. അപ്പൊ ഉറുമ്പ് അനങ്ങൂലല്ലോ. അപ്പൊ അതൊരു ക്ലാസ്സില് അനങ്ങുന്ന ഉറുമ്പിന്റെ എടുത്തിട്ട് മറ്റേ ക്ലാസ്സിലേക്കും അല്ലേ? പാവുണ്ടോ? എന്തിനാണ് പാവം ചെയ്യുന്നത്? കടിക്കുന്നു വിചാരിച്ചിട്ട് ഇപ്പൊന്ന് ചിക്കൻ പൊരിക്കുകയാണ് ഗൈസ്. അവന് മീൻ കൂട്ടില്ല കേട്ടോ, ഒരു മീനും കൂട്ടില്ല. അവന് ഒന്ന് ചിക്കൻ കൂട്ടും, ബീഫ് കുറച്ചൊക്കെ കൂട്ടും, പിന്നെ സോയാബീൻ മുട്ട, ഒറ്റ മീനും കൂട്ടില്ല. നമ്മളൊന്ന് വൈകുന്നേരം കിട്ടിയ നാട്ടുമാങ്ങ മുളകിട്ട കേട്ടോ, അന്ന് ഞാൻ വീഡിയോയിൽ ഇട്ടില്ല, അതുപോലെ ചെയ്തതാ. ഇപ്പോൾ കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ബാക്കി അടിപൊളി മാങ്ങ. അടിപൊളി. അതാ ക്ലാസ്സിലവിടെ ക്ലാസ്സിലെടുത്താൽ ഉപ്പുമുളകും ചേരൂല. വേണ്ടാക്കണ്ട. പിന്നെ ഞങ്ങളിതാ ചോറുന്നാനിരുന്ന് പരിപ്പ് താളിച്ചതും അച്ചാറുണ്ടായിരുന്നു, മീൻ പൊരിച്ചതും, പിന്നെ മുട്ട പൊരിച്ചത് കുക്കുവിൻ്റെതായിരുന്നു. അപ്പോൾ ഒരു പീസോളം എൻ്റെ അതിലേക്ക് ഇട്ടിട്ടാണ്. അപ്പോൾ അതൊക്കെ കൂട്ടിതാ ഫുഡ് കഴിക്കുകയാണ്. അപ്പം എന്താ പറയുക, പരിപ്പ് ഇപ്പോൾ കൂട്ടാൻ തുടങ്ങിയത്. ഗ്യാസിൻ്റെ പ്രോബ്ലംസ് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്യാസ് ഇങ്ങനെ വയറിന്ന് തിങ്ങുമ്പോൾ എന്താ പറയുക, നമ്മുടെ സ്റ്റിച്ച് ഉള്ളിലെ ഒരു പച്ചപ്പല്ലേ, അധികം ഉണങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ആ സ്റ്റിച്ചിന് ഭയങ്കര വേദനയ്ക്കും. അങ്ങനെ 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. പക്ഷെ അന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, നൈറ്റിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത്. അങ്ങനെ എന്താ പറയുക, അപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഭയങ്കരമായിരുന്നു. ഇപ്പോൾ കുറച്ച് കൂട്ടാൻ തുടങ്ങി, അതിനനുസരിച്ച് മരുന്നൊക്കെ കിട്ടിയിരുന്നു. പിന്നെ പാലൊക്കെ ഉണ്ടായിരുന്നു, പാലൊക്കെ കാച്ചി വെച്ചു. പിന്നെ വൈകുന്നേരം മക്കൾസ് കടയിൽ പോയിരുന്നു കേട്ടോ. ലേസാ അതിൽ മുളക് പൊടി ഇട്ടോ? അപ്പോൾ മുളക് പൊടി ഉള്ളത് വാങ്ങിയാ പറയണ. മച്ചിക്ക് എന്താ നല്ല ഇഷ്ടമില്ലാത്ത രസമൊക്കെ, പക്ഷെ നമ്മൾ ആ വറക്കുന്ന വാങ്ങുന്ന ഒരു ഇതില്ല, നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ട്. രൂപ ഈ ശശിയല്ല, ഈ എൻ്റെ ബാക്കിലല്ല, എനിക്ക് വീട് എൻ്റെ വാവല്ലേ കയ്യിൽ തിരിഞ്ഞെടുക്കാൻ പറ്റണ്ടേ. കുക്കു കടല്ല അല്ലേ, ഇപ്പം കടയിൽ പോയി വന്നതാ രണ്ടാളും കൂടെ. കുറച്ച് അലക്കിയ തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട്. പിന്നെ വാവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.